എടാ പൈസ മേടിച്ചിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം, അതല്ലെങ്കിൽ തന്തയില്ലായ്മ തരുമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് പേരുണ്ട് ഇതുപോലെ, ഒരുപാട് ഏജൻസികളുണ്ട്, ഒരുപാട് ഏജൻറ്റുമാരുണ്ട്. പൈസ മേടിച്ചിട്ട് ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. അത് ഒന്നും രണ്ടും മൂന്നും അല്ല, 20 ലക്ഷം തൊട്ട് 30 ലക്ഷം 40 ലക്ഷം രൂപ എടുത്ത് കൊടുക്കുന്നവർ. ചിലവരുടെ അവസ്ഥ കൊണ്ട് അവർ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോട്ടെ, എങ്ങനെയെങ്കിലും ഉണ്ടാക്കി പോകുന്നതായിരിക്കും. അത് അവരും കുറ്റപ്പെടുന്ന കാര്യമില്ല. പക്ഷേ ഈ ഒരു എമൗണ്ട് മേടിച്ചിട്ട് എന്തുകൊണ്ട് ഇവർക്ക് അവർ ജോലിക്ക് പറഞ്ഞ് വിട്ടുകൂടാ? ജോലി വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവർ ഈ പൈസ മേടിക്കുന്നത്. അതിനകത്ത് ഒരുപാട് പേര് പെട്ടുപോയവരുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. പൈസ മേടിച്ചിട്ട് പുറത്ത് പോകാൻ പറ്റാണ്ട് 1-2 വർഷം കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഏജൻറ്റുമാരുണ്ട്, ഏജൻസികളുണ്ട്. അവരെല്ലാവരും, നിങ്ങൾക്കറിയാവുന്നവരെല്ലാവരും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം അവിടെ പോയി പിന്നെയും പലരും ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഏജൻസി അറിയാൻ വേണ്ടിയിട്ടും ആളുകളെ അറിയാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോ, ഏതാണ് ഏജൻസി പറ്റിച്ചിട്ടുള്ളതെന്നും ഏത് ഏജൻറ്റുമാരാണ് പറ്റിച്ചിട്ടുള്ളതെന്നും. കാരണം നമുക്കെന്താ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നേ, നമ്മൾ മിണ്ടാണ്ടിരുന്നിട്ടോ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ടോ ഒരു കാര്യമില്ല. ആ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലേ, നമ്മൾ കടം മേടിച്ച പൈസ ഇങ്ങനെ കൊണ്ടേ അവന്മാർ ഒറ്റയ്ക്ക് തിന്നണ്ടാന്നേ, എന്ത് കാര്യം ഇരിക്കണം, നമുക്കൊക്കെ തിരിച്ച് മേടിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവർ, അങ്ങനെ പോയിട്ടുള്ളവരെല്ലാവരും എൻ്റെ താഴെ കമൻറ്റ് ചെയ്തോ. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എല്ലാത്തിനും. മാക്സിമം ഷെയർ ചെയ്തേക്കാം കേട്ടോ.